കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദ്വൈതബോധത്തെക്കുറിച്ച് തിലോപ്പ എന്ന ടിബറ്റ് ബുദ്ധിസ്റ്റിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു. ഇനി ദ്വൈതബോധത്തെക്കുറിച്ച് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവശ്വപാഘേച്ച പണ്ഡിത സമദർശിന. പണ്ഡിതർ സമദർശികളാണ്. ഉയർന്നവനിലും താഴ്ന്നവനിലും ശുദ്ധിയിലും അശുദ്ധിയിലും ഒരേ ആത്മാവിനെ കാണുന്നവർ. ഒരിക്കൽ ഒരു സന്യാസിയോട് ഒരു ശിഷ്യൻ ചോദിച്ചു, നല്ലത് മോശം എന്ന 2 വിഭാഗം ഈ ലോകത്ത് നിലനിൽക്കുന്നില്ലേ? സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മേഘം കറുത്താലും വെളുത്താലും ആകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇവിടെ ആകാശത്തെ സാക്ഷി അല്ലെങ്കിൽ ചൈതന്യമായും മേഘങ്ങളെ നന്മ തിന്മ ശുദ്ധി അശുദ്ധി ഒക്കെ ആയിട്ട് കണക്കാക്കാം. ഇതിന്റെ അർത്ഥം തെറ്റായി പിടിക്കരുത്. ഇത് നന്മ തിന്മ വ്യത്യാസം വേണ്ടെന്നല്ല. ലോകത്തിൽ കർമ്മനീതിയുണ്ട്, പക്ഷേ ആത്മതലത്തിൽ വ്യത്യാസമില്ല. ഇന്ന് ആരെങ്കിലും കാണുമ്പോൾ നല്ലത് ചീത്ത എന്ന് മനസ്സ് പറഞ്ഞാൽ അകത്ത് ചോദിക്കുക, ഇത് ഞാൻ കാണുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ മനസ്സടിച്ച ലേബലാണോ? ഇനി അഷ്ടാവക്രമുനി പറയുന്നത് എന്താണെന്ന് നോക്കാം. അദ്ദേഹം വളരെ ഉറപ്പിച്ച് തീർച്ചയായിട്ടാണ് പറയുന്നത്, നീ ശുദ്ധനോ അശുദ്ധനോ അല്ല, നീ ശരീരവും മനസ്സും അല്ല, നീ സാക്ഷിയായ ചൈതന്യം മാത്രമാണ്. ഇവിടെ സൗന്ദര്യം, വൈരൂപ്യം, നന്മ തിന്മ ശുദ്ധി അശുദ്ധി ഇവയൊക്കെ മനസ്സിന്റെ ചലനങ്ങൾ മാത്രമാണ്. സാക്ഷിക്ക് ഒന്നും പിടിക്കുന്നില്ല, ഒന്നും തള്ളുന്നുമില്ല. അഷ്ടാവക്രയുടെ കടുത്ത വാക്ക്, വിട്ടൊഴിയാൻ ശ്രമിക്കുന്നവനും പിടിക്കാൻ ശ്രമിക്കുന്നവനും ഇനിയും ബന്ധത്തിലാണ്. വ്യത്യാസം കാണാതിരിക്കുക എന്നത് അവഗണനയല്ല, അതിരുകളില്ലാത്ത ബോധമാണ്. ഈശാവാസ്യ ഉപനിഷത്ത് എന്താ പറയുന്നത്? ഈശാവാസ്യമിതം സർവം, എല്ലാം ഒരേ സത്തയിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോ ആരോടാ അശുദ്ധം? എന്തിനോടാ അശുദ്ധം? നന്മ ആരെയാ ബാധിക്കുന്നത്? തിന്മ ആരെയാ തൊടുന്നത്? രണ്ടാമൻ ഇല്ലെങ്കിൽ, ദ്വൈതമില്ലെങ്കിൽ വ്യത്യാസവും ഇല്ല. ബൃഹദാരണ്യോപനിഷത്ത് നേതി നേതി ഇതല്ല ഇതുമല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് എന്ത് ലേബൽ വെച്ചാലും അത് നീയല്ല. ഒരു സൂക്ഷ്മമായ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, സൂര്യൻ ചെളിക്കുണ്ടിൽ പ്രതിഫലിച്ചാലും ശുദ്ധജലത്തിൽ പ്രതിഫലിച്ചാലും സൂര്യൻ ഒരു മാറ്റവും ഇല്ല. ജലം മാറുന്നുണ്ട് അല്ലെ, സൂര്യൻ മാറുന്നില്ല. അതായത് നമ്മൾ സൂര്യൻ മാറുന്നില്ല, നമ്മൾ സൂര്യനാണ്. മനസ്സ്, ശരീരം, ലോകം ഒക്കെ എന്താണ്? ജലമാണ്. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നന്മതിന്മ വേണ്ടേ? ലോകതലത്തില് നന്മതിന്മയുണ്ട്, കർമ്മഫലവും ഉണ്ട്, ധർമ്മവും ഉണ്ട്. ആത്മതലത്തില് നമ്മള് കാര്യങ്ങളുടെ ഉടമയല്ല, സാക്ഷി മാത്രമാണ്. അജ്ഞാനി ഞാൻ ചെയ്യുന്നവൻ എന്ത് ചിന്തിക്കുന്നു. ജ്ഞാനി എങ്ങനെയാ ചിന്തിക്കുക? എന്നിലൂടെ കർമ്മങ്ങൾ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കും. ഞാനെന്ന ഭാവം വെടിയുന്നു എന്നർത്ഥം. വ്യത്യാസം കാണാത്തവര് കുരുടന്മാരല്ല, കണ്ണു കാണാത്തവരല്ല, അവര് വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവരാണ്. ഇനി ജനക അഷ്ടാവക്ര സംവാദം ഒന്ന് നോക്കിയാല് ജനകൻ പറയുവാണ്, ഭഗവാൻ, ലോകം എനിക്ക് സൗന്ദര്യവും വൈരൂപ്യവുമായി നന്മയും തിന്മയുമായി വിഭജിക്കപ്പെട്ടതായി തോന്നുന്നു. ഇതെല്ലാം കണ്ടും വ്യത്യാസമില്ലാണ്ട് എങ്ങനെ കഴിയുക? അപ്പൊ അഷ്ടാവക്രം പറയുവാണ്, രാജാവേ, നീ കാണുന്നവനാണോ അല്ലെങ്കിൽ കാണപ്പെടുന്നതാണോ? ജനകൻ പറയുവാണ്, ഞാൻ കാണുന്നവനാണെന്ന് തോന്നുന്നു, എങ്കിലും മനസ്സ് വിധിയിടുന്നു. അപ്പൊ അഷ്ടാവക്രം പറയുവാണ്, അപ്പൊ വിധിയിടുന്നത് നീയല്ല, വിധി മനസ്സിന്റെ തൊഴിലാണ്, നീ അതിന്റെ സാക്ഷി മാത്രമാണ്. ആധുനിക യുഗത്തിൽ ഇതേക്കുറിച്ച് എന്ത് പറയാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഒരു ഓഫീസില് ചില ആൾക്കാരെ പ്രൊഫഷണൽ എന്ന് വിളിക്കും, ചില ആൾക്കാരെ ടോക്സിക് എന്ന് വിളിക്കും അല്ലെ. ഇവിടെ നന്മ തിന്മ വ്യത്യാസം ഇല്ല എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അഷ്ടാവക്രന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ, ടോക്സിക് എന്നത് ഒരു വ്യക്തിയല്ല, നമ്മുടെ അനുഭവത്തിന് നൽകിയ ഒരു പേരാണ്. എങ്കിൽ ശുദ്ധിയും അശുദ്ധിയും എങ്ങനെയാണ്? അവ ശരീരത്തിന്റെയും മനസ്സിന്റെയും അളവുകോലുകളാണ്. നമ്മൾ ശരീരം അല്ലെങ്കിൽ ശുദ്ധി നമ്മളെ എങ്ങനെയാ തൊടുക? എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലര് സുന്ദരന്മാരാണ്, സുന്ദരിമാരാണ്, ചിലര് മോശഭിപ്രായങ്ങൾ പറയുന്നവരാണ്, ചിലര് നല്ലത് പറയുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ്? സ്ക്രീനിലെ ചിത്രം മാറുമ്പോൾ
നമ്മുടെ കണ്ണ് തളരും. പക്ഷെ സ്ക്രീൻ തളരുന്നുണ്ടോ? നമ്മൾ ചിത്രമല്ല, നമ്മൾ സ്ക്രീൻ ആവണം. നന്മയും തിന്മയും ഇല്ല എന്ന് പറഞ്ഞാല് ധർമ്മം എവിടെയാ? ധർമ്മം ലോകത്തിന്റെ ക്രമമാണ്. നമ്മൾ ആ ക്രമത്തിനനുസരിച്ച് ജീവിക്കണം. പക്ഷേ നമ്മൾ ആ ക്രമം തന്നെ അല്ലാതെ മറക്കാൻ പാടില്ല. ഇനി വീട്ടിൽ നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് ശരിയാണ്, അത് തെറ്റാണ്, അല്ലെ? അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വഴക്കിടാറുണ്ട്, അല്ലെ? അപ്പൊ അടുക്കളയിൽ പാചകം ചെയ്യാൻ തീ ആവശ്യമുണ്ട്, അല്ലെ? പക്ഷേ വീട് കത്തിക്കാൻ തീയുടെ ആവശ്യമുണ്ടോ? വീട് കത്തിക്കണോ? വിധി വേണം. പക്ഷെ അവിടെ കുടിയേറണ്ട. എന്നാൽ തെറ്റ് ചെയ്താൽ കുറ്റബോധം ഉണ്ടാവണ്ടേ? കുറ്റബോധം എന്തിനാ? തിരുത്തലിനുള്ള സൂചനയാണ്, സ്വയം ശിക്ഷിക്കാനല്ല. പിഴവ്, തെറ്റ് എന്നാൽ പഠനം. തെറ്റ് സംഭവിച്ചാൽ അതിന് പാഠം ഉൾക്കൊള്ളണം, മുന്നോട്ട് നീങ്ങണം. കുറ്റബോധത്തിൽ ജീവിക്കുക എന്ന് വെച്ചാല് അതൊരു ബന്ധനമാണ്. അപ്പോ സൗന്ദര്യം, അപ്പൊ അഷ്ടാവക്രന്റെ ഭാഷയില് സൗന്ദര്യം കണ്ണിന്റെ ഇഷ്ടമാണ്, വൈരൂപ്യം അതേ കണ്ണിന്റെ നിരാകരണമാണ്. ആകാശത്തിന് മേഘത്തിന്റെ നിറമില്ല എങ്കിൽ ഞാൻ എന്താണ്? അഷ്ടാവക്രൻ ജനകൻ ചോദിക്കുകയാണ്. അപ്പൊ അഷ്ടാവക്രൻ പറയാണ്, നീ ശുദ്ധനോ അശുദ്ധനോ അല്ല, നന്മയോ തിന്മയോ അല്ല, സുന്ദരനോ വൈരൂപ്യനോ അല്ല, നീ അവയെല്ലാം കാണുന്ന നിഷ്പക്ഷ ബോധമാണ്. അപ്പൊ ജനകന് കുറെ കാര്യങ്ങൾ മനസ്സിലായപ്പോ പറയാ, ഇപ്പൊ ഞാൻ കാണുന്നു, വ്യത്യാസങ്ങൾ ഉയരുന്നു, എന്നാ എന്നെ തൊടുന്നില്ല. അപ്പൊ അഷ്ടാവക്രം പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് തന്നെയാണ് മോക്ഷം. ഒന്നും മാറിയില്ല, പക്ഷെ തിരിച്ചറിവ് മാത്രമാണ് മാറിയത്. വ്യത്യാസം കാണാത്തവൻ ലോകത്തെ നിഷേധിക്കുന്നവനല്ല, ലോകം തന്നെ ആകാതെ ലോകത്തിൽ നിൽക്കുന്നവനാണ്. എൻ്റെ ശരീരം, എൻ്റെ രൂപം, അത് സൗന്ദര്യമാണോ വൈരൂപ്യമാണോ എന്ന് ഞാൻ തന്നെ വിധിയിടുന്നു. നീ ഫോട്ടോയല്ല, നീ ക്യാമറയാണെന്ന് മനസ്സിലാക്കുക. ക്യാമറ ചോദിക്കാറില്ല, അല്ലെ, ഞാൻ സുന്ദരനാണോ സുന്ദരിയാണോ, ഇപ്പൊ എങ്ങനെ ജീവിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാല് അപ്പൊ അഷ്ടാവക്രം പറയുകയാണ്, ജോലി ചെയ്യുക, അടയാളാവരുത്, സ്നേഹിക്കുക, ബന്ധിക്കരുത്, തെറ്റ് തിരുത്തുക, സ്വയം വെറുക്കരുത്, ലോകത്തിൽ ജീവിക്കുക, ലോകമാവരുത്. ആചാര്യന്മാര് പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട്. ഒരാള് ഒരു ആഡംബരക്കാർ ഡ്രൈവ് ചെയ്ത് പോവാന്ന് വിചാരിച്ച കുറെ കാലം കഴിയുമ്പോ അയാള് വിചാരിക്കുകയാണ്, ആ കാറ് തന്നെയാണ് ഞാൻ എന്ന് വിചാരിച്ച എങ്ങനെ ഉണ്ടാവും, അല്ലെ? അപ്പോ സമയമാവുമ്പോ അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോ നമ്മൾ ആ കാറിൽ നിന്ന് ഇറങ്ങണം, അല്ലെ? അതുപോലെയാണ് നമ്മുടെ ശരീരവും ആത്മാവും. നമുക്ക് ഈ ആത്മാവിനെ വസിക്കാനുള്ള, സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ് ഈ ശരീരം. ഇപ്പോ അവയവങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? കണ്ണുകൾ മാറ്റിവെക്കുന്നു, എന്തിനാ പറയണേ, ഹൃദയം പോലും മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഈ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാനായിട്ട് അതിന് പിന്നിൽ ഒരു ഞാൻ അല്ലെങ്കിൽ ഒരു ആത്മാവ് ഉണ്ടാവണം. ആ ആത്മാവ്, ആ ഞാൻ, എൻ്റെ ജീവൻ, അത് തന്നെയാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ മനസ്സിലാക്കുക. അതിനെ പരമാവധി ശുദ്ധമായി സൂക്ഷിക്കുക.